റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിനരികിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ വാഹനങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. മിസ്റ്റർ ഫുആദിനോട് നമുക്ക് സംസാരിക്കാം. ഓക്കെ സാർ, എന്താണ് ഈ വാഹനത്തിനെ കുറിച്ച് സാറിന് പറയാനുള്ളത്? ഈ വാഹനത്തിന്റെ ഒരു കമ്പനി പേരും ഒന്ന് പറയാം. ഓക്കെ, നമ്മുടെ മെഷീൻ്റെ പേര് കമ്പനിയുടെ പേര് ലിയോഗോങ് എന്നാണ്. ഇതൊരു 170 കൺട്രീസിൽ പ്രസൻസ് ഉള്ള കമ്പനിയാണ്. പിന്നെ അതുമാതിരി നമുക്കൊരു 20 പ്ലാന്റ്സ് ഉണ്ട് വേൾഡ് വൈഡിൽ. നമുക്കൊരു ചൈന എന്നുള്ള ഇതൊരു വേൾഡ് വൈഡിലൊരു MNC കമ്പനിയാണ്. നമ്മുടെ ഈ മെഷീൻ ഉണ്ടാക്കുന്നത് എന്താ പറയുക ചൈനീസ് പ്ലാന്റിലാണ്. അവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഇത് ശരിക്കും യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ നോർത്ത് അമേരിക്ക, യൂറോപ്പ് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന മെഷീൻസാണ്. ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യാൻമാറിൻ്റെ മെയ്ഡ് ഇൻ ജപ്പാൻ എഞ്ചിനാണ്. പിന്നെ നമ്മുടെ ഈ ഹൈഡ്രോളിക് പമ്പ്, കൺട്രോൾ വാൾവ്, ഹൈഡ്രോളിക് ജോയ്സ്റ്റിക്സ് ഇതെല്ലാം നമ്മുടെ ഇൻലൈൻ ജർമ്മൻ സ്റ്റാൻഡേർഡിലുള്ള സാധനമാണ്. പിന്നെ സ്റ്റീൽ പറയുകയാണെങ്കിൽ ഹുണ്ടായി സ്റ്റീലാണ്. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെറിയ വീട് പണിയുടെ ഫൗണ്ടേഷൻ എടുക്കുക, ചെറിയ അഗ്രികൾച്ചർ വർക്ക്സ്, ഇതിനൊക്കെ ഒരുപാട് മെഷീൻസ് പോകുന്നുണ്ട്. ഇതിനിപ്പോൾ നമ്മൾ ഡീസൽ കൺസപ്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 3 മോഡലാണുള്ളത്. 3.5 ടണ്ണിൻ്റെ AC ക്യാബിനും ഉണ്ട്, 3.5 ടണ്ണിൻ്റെ കനോപ്പി ഉണ്ട്, പിന്നെ 2.7 ടണ്ണിൻ്റെ കനോപ്പി ഉണ്ട്. ഈ 3.5ൻ്റെ AC ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2.25 ലിറ്ററോളം മൈലേജ് കിട്ടും ഒരു മണിക്കൂറിൽ. പിന്നെ കനോപ്പി ആണെങ്കിൽ 2-2.25. വെയിറ്റ് ഹാൻഡ്ലിംഗ് അല്ല, നമ്മളിതിനെ ഒരു സ്റ്റാൻഡേർഡ് പറഞ്ഞു വെച്ചാൽ 3.5 ടണ്ണാണ് ഇതിൻ്റെ മാക്സിമം വെയിറ്റ് വരുന്നത്. ശരിക്കും ഈ മെഷീന് 3.8 ടൺ ഉണ്ട് ഈ മെഷീൻ. പക്ഷേ 35 എന്നുള്ള ഒരു സ്റ്റാൻഡേർഡിലേക്കാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അത് നമ്മൾ വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ല, നമ്മൾ എത്രത്തോളം വർക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. അതിന് പമ്പിന്റെ സ്പീഡ്, പമ്പിന്റെ ലിറ്റർ പെർ ഫ്ലോ സ്പീഡ്, പവർ. ഇത് 20 HP ആണ്. 2.7 ടണ്ണിൻ്റെ വണ്ടി വരുന്നത് 20.4 HP ആണ് വരുന്നത്. 3.5 ടൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 28.4 HP ആണ് വരുന്നത്. ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ പവറുള്ള വണ്ടിയാണത്. ഏറ്റവും നല്ല മൈലേജ് തരുന്ന വണ്ടിയാണ് ഇത്. എല്ലാ പാർട്സും ഇത് പുറത്തുനിന്ന് വരുന്നത്, പക്ഷേ ചൈനയിലാണ് അസംബിൾ ചെയ്യുന്നത്. ഇത് മെയിൻ പാർട്സ് എല്ലാം വരുന്നത് പുറത്തുനിന്ന് വരുന്നത്. ചൈനയിൽ നമ്മൾ പ്ലാന്റിൽ അസംബിൾ ചെയ്തിട്ട് ഇത് മെയിനായിട്ട് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നത് നമുക്ക് നോർത്ത് അമേരിക്ക, യൂറോപ്പ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ മാസമാണ് നമ്മൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത്. ഇന്ത്യയിൽ നമ്മൾ ലോഞ്ച് ചെയ്ത് മലപ്പുറത്ത് കുണ്ടോട്ടിയിലാണ്. നമ്മൾ മലപ്പുറത്ത് ഒരുപാട് ഓർഡേഴ്സും കാരണമായി നമ്മൾ ഒരു 4-5 മെഷീൻ വിറ്റ് കഴിഞ്ഞു മലപ്പുറം ഭാഗത്ത്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത്. എന്തായാലും സന്തോഷം, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. താങ്ക്സ്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ ഫുആദിൽ നിന്ന് കേട്ടു. ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ പോലെ തന്നെ ഇനിയുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നന്ദി, നമസ്കാരം.